ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നത്. പഴുത്ത ചക്ക കൊണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും എടുക്കുന്നില്ല, കുറച്ച് മതി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ട്. അത് നല്ലോണം കഴുകിയെടുത്തിട്ട് അത് മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ ചക്ക ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചക്കയും പച്ചരിയും കുറച്ച് ചോറും ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കണം. നമുക്ക് നല്ലോണം പഴുത്ത ചക്ക കേട്ടോ ആവശ്യമായത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി ചക്ക എടുത്തിട്ടുണ്ട് പഴുത്തത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുര അനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ഏലക്കായും ചേർത്ത് കൊടുക്കുക. നമുക്കിത് കുറച്ച് വെള്ളവും ചേർക്കണം. ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് ഇത്തിരി വെച്ചിട്ടോ ചേർക്കാൻ പാടുള്ളൂ. കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടിച്ചെടുക്കുക. ഇതുപോലെ നല്ല തിക്കായിട്ട് അടിച്ചെടുക്കുക. അധികം ലൂസാക്കിയിട്ട് അടിച്ചെടുക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയറൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിന് നമുക്കൊരു സ്റ്റീൽ പാത്രം എടുക്കാം. കുഴിയുള്ള സ്റ്റീൽ പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട്. നമ്മൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മാവിൻ്റേത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നല്ല ഭാഗത്ത് എത്തുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം കേട്ടോ. 2 തവണ ആക്കിയിട്ട് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേന്ത്രപ്പഴം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇട്ട് കൊടുക്കാം. നിങ്ങളെ കയ്യിലുള്ള നട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളെ കയ്യിൽ എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഈത്തപ്പഴത്തിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഉണക്കമുന്തിരി കേട്ടോ. അതും ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ കറുത്ത എള്ള കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, ഹെൽത്തിനും നല്ലതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ആവിയിൽ വെക്കാൻ വേണ്ടി വെള്ളമൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ വെന്തതിന് ശേഷം കാണിച്ചു തരാം. നമ്മളെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ തണിയാൻ വെച്ചതാണ് കേട്ടോ, ഇറക്കി വെച്ചതാണ് അടുപ്പത്തുനിന്ന്. ഇനി ഒന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കൊട്ടിയെടുക്കാം. അല്ലാതെ പെട്ടെന്ന് എടുക്കുമ്പോൾ അതിന് ഉറപ്പ് വെച്ചിട്ടുണ്ടല്ലോ, തണിയുമാണ് ഉറപ്പ് കിട്ടുക. അതുകൊണ്ട് തണിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക കേട്ടോ. ഇതുപോലെ കൊട്ടിയെടുക്കുക. അതിൽ നിന്ന് വിട്ട് പോരും. നമ്മൾ അടിപൊളിയായിട്ടുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള എന്താ പറയുക, കേക്ക് എന്ന് തന്നെ പറയുക. നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും. ട്രൈ ചെയ്യാത്തവർ ഒരു തവണയെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.